ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിൽ വിശദമായ അന്വേഷണമെന്ന് കൊച്ചി ഡിസിപി. ഓം പ്രകാശിന്റെയും കൂട്ടുപ്രതിയുടെയും രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിച്ചു. നടൻ ശ്രീനാഥ് ഭാസിയെയും നടി പ്രയാഗ മാർട്ടിനെയും ഉടൻ ചോദ്യം ചെയ്യും. ഓം പ്രകാശ് താമസിച്ച കൊച്ചിയിലെ ഹോട്ടലിൽ അഭിനേതാക്കൾ എത്തിയെന്ന് പോലീസ്. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. സ്പീക്കറുടെ ഡയസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളെ പിടിച്ചുമാറ്റി വാച്ച് ആൻഡ് വാർഡ്. സഭയിൽ കൊമ്പുകോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന് മുഖ്യമന്ത്രി അഴിമതിക്കാരനെന്ന് വി.ഡി. സതീശൻ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ സിദ്ദിഖ് ഹാജരാക്കിയില്ല. ശനിയാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം. മാധ്യമങ്ങളോട് മൗനത്തിൽ സിദ്ദിഖ്. ആലുവ സ്വദേശിയുടെ പരാതിയിൽ ഹാജരാകാൻ നടൻ ജയസൂര്യയ്ക്കും നോട്ടീസ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച. കുറ്റപത്രം നൽകിയത് സമയപരിധി കഴിഞ്ഞ്. കാലതാമസമുണ്ടായതിന്റെ കാരണം അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചില്ല. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാലിച്ചാൽ തന്നെ ജേതാവ്. വിധി നിർണയത്തിൽ പിഴവില്ല എന്ന് ജൂറി കമ്മിറ്റി. വിയ്യപുരം ചുണ്ടന്റെ അപ്പീൽ തള്ളി. നടുഭാഗം ചുണ്ടന്റെ പരാതി നിലനിൽക്കില്ല എന്നും ജൂറി സമിതി. വൈദ്യശാസ്ത്ര നൊബേൽ അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക്. വിക്ടർ അംബ്രോസും ഗാരി റോവ്കിനും പുരസ്കാരം പങ്കിട്ടു. അംഗീകാരം മൈക്രോ RNA തന്മാത്രകളുടെ പഠനത്തിന്.